ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിടിലൻ വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ജംഷഡ്പൂർ FCയെ കൊച്ചിയിൽ വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. അപ്രതീക്ഷിതമായ ഒരു വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മലയാളി താരങ്ങളായ നിഹാൽ സുധീഷ് അതുപോലെ തന്നെ വിപിൻ എന്നിവരാണ് ഗോളുകൾ നേടിയത്. ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് അത് നിഹാൽ സുധീഷാണ്. ഒരു ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മാത്രമല്ല, വിപിൻ നേടിയ ഗോളിന് പിറകിലും നമുക്ക് നിഹാലിന്റെ സാന്നിധ്യം കാണാൻ കഴിയും. ഫ്രാഞ്ചുവിന് പാസ് നൽകിയത് നിഹാലായിരുന്നു. അങ്ങനെ നല്ല ഒരു പ്രകടനമാണ് നിഹാൽ സുധീഷ് പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. ഏതായാലും ഈ ക്രെഡിറ്റ് അദ്ദേഹം പരിശീലകന് നൽകിയിട്ടുണ്ട്. അതായത് എതിരാളികളെ നേരിടാനുള്ള, അതല്ലെങ്കിൽ എതിരാളികളെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് തനിക്ക് നൽകിയത് അത് പരിശീലകനായ ആഷ്ലി വെസ്റ്റ്വുഡ് ആണ് എന്നാണ് ഇപ്പോൾ നിഹാൽ സുധീഷ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഈ പ്രകടനത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹം ആഷ്ലി വെസ്റ്റ്വുഡിന് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, വിപിന്റെ കാര്യത്തിലും തന്റെ കാര്യത്തിലും താൻ ഹാപ്പിയാണ് എന്ന് കൂടി നിഹാൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിപിന്റെ കാര്യത്തിലും എൻ്റെ കാര്യത്തിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കൊച്ചിയിൽ ഞാൻ നേടുന്ന ആദ്യത്തെ ഗോളാണ് ഇത്. കൊച്ചിയിൽ ഗോൾ നേടുക എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എനിക്ക് അറിയാം. ഈ ക്ലബിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഞാൻ ഈ ടീമിന്റെ ഒരു വലിയ ആരാധകനായിരുന്നു. ഇപ്പോൾ അവർക്ക് വേണ്ടി ഹോം ഗ്രൗണ്ടിൽ ഗോൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സ്പെഷ്യലായ ഒന്നായി ഞാൻ കരുതുന്നു. ഇതാണ് മത്സരശേഷം നിഹാൽ സുധീഷ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം നിഹാൽ ഇന്നായിരുന്നു മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചെത്തിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മികച്ച പ്രകടനമാണ് നിഹാൽ നടത്തിയത്. പലപ്പോഴും ആ വിങ്ങിൽ ജംഷഡ്പൂർ FCയുടെ പ്രതിരോധ നിരക്ക് വല്ലാതെ തലവേദന സൃഷ്ടിക്കാൻ ഈ മലയാളി താരത്തിന് കഴിഞ്ഞിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.